ഇൻട്രൊഡക്ഷൻ കൊടുക്ക്. എൻ്റെ ഫസ്റ്റ് സ്ട്രീമാണ്, കന്നി സ്ട്രീമാണ്. ഫസ്റ്റ് സ്ട്രീം അല്ല ഇത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ അതെ, വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് സ്ട്രീം. വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് സ്ട്രീം. അപ്പോൾ സംഭവം എന്താണ്, ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു പേഴ്സണൽ സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഫസ്റ്റ് ഡിസൈനിങ്, അത് എങ്ങനെ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ, അത് ജസ്റ്റ് എങ്ങനെ ഒരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കാനോ അതിനൊക്കെ ആയിട്ടാണ് ഒരു സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നമുക്കിപ്പം മോഡലും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് രണ്ട് മോഡൽ കാര്യങ്ങൾ നോക്കാം അല്ലേ ഈ ഇങ്ങനെ വെബ്സൈറ്റിൻ്റെ. ഓക്കെ. ഡിസൈൻ കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മോഡൽ സൈറ്റുകൾ നോക്കാം. മോഡൽ സൈറ്റ് നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്നത് പിൻട്രസ്റ്റ്. സൈനപ്പ് ഒന്നും ചെയ്യാൻ വയ്യ. ഇവിടെ കാണാം സൈറ്റ് ഓട്ടോമാറ്റിക്കലി സൈനിങ് ആയി. ഇനി ഒരു കാര്യം ചെയ്യാം, നിന്റെ സ്ക്രീൻ എനിക്ക് ഷെയർ ചെയ്യോ സ്കൈപ്പിൽ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? ഇല്ല, കാരണം സ്ട്രീമിൽ ഇത് കാണുന്നത് കുറച്ച് ടൈം കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ച സ്ക്രീൻ ഷെയറിങ് ഓൺ ആണ്. ഇപ്പോൾ കാണോ? യെസ്, ലോഡിംഗ് ആണ്. ഓക്കെ. കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ ബേസിക് പോർട്ട്ഫോളിയോ സൈറ്റ്സ് നോക്കാമല്ലേ? ചാറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇടയിൽ വെറുതെ ഇരിക്കുമല്ലോ എന്തായാലും. ശ്രീരാജ്, മൈക്കിന് നോയ്സ് വരുന്നുണ്ട്. പോയില്ലേ? ഇപ്പോൾ പോയി. ഇപ്പം നീയും പോയി. ഓക്കെ. എത്ര പേര് കാണുന്നുണ്ടടാ? 4 പേര് കാണുന്നുണ്ട്. അതിൽ ഒന്ന് നീ തന്നെയല്ലേ? യെസ്. ഒന്ന് അമ്മലാണ്, ഒന്ന് എൻ്റെ തന്നെ ഒരെണ്ണം കൂട്ടും, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അത് നിജാമായിരിക്കും മിക്കവാറും. നിജാമിന് കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല, പിന്നെ നിജാം കാണുന്നുണ്ട്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, വ്യക്തി വെളിപ്പെടുത്താത്ത ഒരാൾ. ആ ആളും കൂടെ കമൻറ്റ് കിട്ടിയാൽ രസമായിരുന്നു. ആരാന്നറിയായിരുന്നല്ലോ. ഇതൊക്കെ ആരൊക്കെ കണ്ടിട്ടുള്ളൂ? നമ്മുടെ കോളേജിൽ തന്നെ ആരെങ്കിലും കൂടെ? നമ്മുടെ പിള്ളേർ തന്നെ. വേറെ ആര് കാണാനാണ്? പോർട്ട്ഫോളിയോ സൈറ്റ്സ്. ഡാർക്ക് തീം നമ്മൾ നേരത്തെ നോക്കിയത്, നമ്മൾ നേരത്തെ നോക്കുന്നതും ഡാർക്ക് തീം തന്നെ അല്ലായിരുന്നോ? അതെ, നിന്റെ ഇപ്പോ ഉള്ള ഒരു പോർട്ട്ഫോളിയോ സൈറ്റും ഡാർക്ക് തീം തന്നെയാണല്ലോ നമ്മളന്ന് ചെയ്തത്.
അതെ അതെ അതെ. നേരത്തെ ചെയ്ത സൈറ്റ് നേരത്തെ എന്ത് ചെയ്തു? നേരത്തെ സൈറ്റ് ഡാർക്ക് തീം ആയിരുന്നു. അപ്പോൾ ആ തീം തന്നെ, അതുപോലത്തെ തീം തന്നെ നോക്കാം. ബേസിക്കലി ഈ തീം ശ്രീരാജ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ അമലിനെ ബോറടിപ്പിക്കണ്ട. അമല് ബോറടിക്കില്ല, പരിപാടി തുടങ്ങുന്നുള്ളൂ നീ. അതെ. ആകെ നീ ജസ്റ്റ് മിസ്സിനാണ് ഇപ്പൊ സ്ട്രീം വരാൻ പറ്റില്ല. ഞാൻ ഉറങ്ങാൻ പോയി, നെറ്റൊക്കെ ഓഫ് ആക്കിയിട്ട്. ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ സൈറ്റ്, ഡാർക്ക് ജോണാത്തൻ ഡോ. ഐ എം ജോണത്തൻ. അയ്യേ ഐ കോമ എന്നൊക്കെ ഇട്ടേക്കാണ്. പ്രൊഫഷണൽ വെബ് ഡെവലപ്പർ വിത്ത് ലോങ് ടൈം എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. ഇത് വേണ്ട, ഈ സാധനം ഇവിടെ വേണ്ട, അത് മോശമാണ്. മൈ സർവീസസ് വെബ് ഡെവലപ്മെന്റ്, ഫോട്ടോഗ്രാഫി, വെബ് ഡിസൈൻ. SEO എക്സ്പാർട്ടാ? എവിടെ? SEO എക്സ്പാർട്ട്. നിങ്ങൾക്ക് സൈറ്റൊക്കെ നല്ലോണം അറിയാം, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അതെ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആനിമേഷൻ ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യും? ഹായ് ദേർ. ഫോൺ നമ്പർ ഇങ്ങേരാണോ ആ ജോൺ ഡോ? നമ്മളെല്ലാ ടെസ്റ്റ് പേര് കൊടുക്കൂലേ? ഇത് ജോൺ ഡോ അല്ലല്ലോ. ജോണതൻ ഡോ. ബോട്ട് വിട്ടേക്കിട്ടുണ്ടോ? ബോട്ടൊന്നും വേണ്ട നമുക്ക്. Node.js, പൈത്തൺ, ലാരവൽ, SEO. എക്സ്പേർട്ട് ലെവൽ കാണിക്കണം. അതൊന്നും വേണ്ട. ഇത് നമ്മൾ അത്ര എക്സ്പെർട്ട് ആയിട്ടില്ല, നമ്മൾ പഠിക്കുമല്ലേ. അല്ല, അയാൾ എക്സ്പേർട്ട് ലെവൽ കാണിക്കുന്നതാണോ? അതെ, അയാളുടെ എക്സ്പെർട്ടീസ് കാണിക്കുന്നത്. ഈ ലെറ്റ്സിന്റെ ഉണ്ടോ അപ്പോസ്ട്രോഫി, അയാള് സ്റ്റൈലാണത് താഴെ. എല്ലാത്തിനകത്തും അങ്ങനെ തന്നെയാണ്. സ്റ്റൈലല്ല, ഇത് സ്റ്റൈലല്ല, തെറ്റാണ്. അല്ല, അയാളിത് സ്റ്റൈലാക്കിയതാന്ന് അറിയാം, ഒരു സാധനം തെറ്റിച്ചിട്ടേ ആയിരിക്കും. മനസ്സിലായോ? ആയിരിക്കാം, പറയാൻ പറ്റൂല. അല്ലെങ്കിൽ അയാളെ കീബോർഡിൽ അപ്പോസ്ട്രോഫി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ട് അറ്റൻസ് ചെയ്തായിരിക്കും. അതിനും സാധ്യതയുണ്ട്. ഹയർ മീ നൗ. അതൊക്കെ കുറച്ച് അത് വേണമല്ലോ. എല്ലാ സൈറ്റിനും അത് വേണം. എല്ലാ സൈറ്റിനും കോൾ ടു ആക്ഷൻ വേണമല്ലോ. അതില്ലാതെ സൈറ്റിന് കാര്യമില്ലല്ലോ. പോർട്ട്ഫോളിയോ ഷോക്കേസ്. ഈ സാധനം നൈസാണ്. പറയുമ്പോൾ ഡിഫറെൻ്റ് വർക്ക് കാണിക്കണം അല്ലേ? അയാളെ ഫ്രണ്ട് പേജിൽ കണ്ടില്ലേ, അയാൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെബ് ഡെവലപ്പറും ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ. വെബ് ഡെവലപ്മെന്റ്, ഫോട്ടോഗ്രാഫി, വെബ് ഡിസൈൻ, ആപ്പ് ഡെവലപ്പിംഗ്, വീഡിയോ എഡിറ്റിംഗ്, SEO എക്സ്പേർട്ട്. ഇത്രയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ക്ലിക്കില്ല, റൗട്ട് ആവുന്നുണ്ടോ? ക്ലിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ആനിമേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു സാധനം നമ്മളൊരു നിന്റെ പോർട്ട്ഫോളിയോ സൈറ്റിന് ലിസ്റ്റ് ചെയ്തതുപോലെ അതും ഫ്രണ്ട് പേജിലാണ് വരണം. ഫ്രണ്ട് പേജ് ഇത് ഈ മോഡലിനോട് എനിക്ക് എന്തോ ഇത്ര ഒരു താല്പര്യമില്ല. ഈ മോഡൽ ഒന്നില്ലെങ്കിലും ഈ ഇതുപോലെ നീ ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഫ്രണ്ട് പേജിൽ കാണണം.
ആ ഒന്നെങ്കിൽ നാവിഗേഷനിലായിട്ടോ അല്ലെങ്കിൽ താഴെ ബോഡിയിൽ എവിടെയെങ്കിലും അത് കാണണം. നാവിഗേഷൻ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നാവിഗേഷന് വരുമ്പം നാവിഗേഷനിൽ തന്നെ ഇരിക്കുമല്ലോ. ഇപ്പം നാവിഗേഷനിൽ നമുക്ക് വരുന്നത് ഹോം. ഇപ്പം എൻ്റെ കേസ് നാവിഗേഷൻ ഇടുവാണെങ്കിൽ ഹോം, ഉം. പോർട്ട്ഫോളിയോക്കകത്ത് ഇതേപോലത്തെ ഡിഫറെൻറ്റ് വർക്ക്. ഉം ഉം ഉം. പക്ഷേ നാവിഗേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ താഴെ കൂടി അത് കാണിക്കാനുള്ള അതിന്റെ ഉപകാരം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോൾ നിന്റെ ഫോട്ടോഗ്രാഫീന്റെ ഒന്നോ രണ്ടോ ഫോട്ടോ അവിടെ ഒന്ന് പോകുന്ന പോലെ ഒരു ചെറിയൊരു ബാനർ വെക്കാം. ആ ആ അത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം പോർട്ട്ഫോളിയോക്കകത്ത് വെബ് ഡിസൈനിൻ്റെ വർക്ക് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് വർക്ക് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ പിന്നെ ഫോട്ടോഗ്രാഫിക്ക് സെപ്പറേറ്റ് പേജ് കാണും. അവിടെ ഇതേപോലെ ഗാലറി വെച്ചിട്ട് ഫോട്ടോഗ്രാഫിക്ക് മാത്രമുള്ള പേജ്. വീഡിയോ എടുക്കുമ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യുന്ന കഴിവുകളെല്ലാം കാണിക്കാനുള്ള ഒരു പേജ്, അതല്ല ഉദ്ദേശം. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ അതിൽ വെബ് ഡിസൈനിങ് മാത്രം വെക്കാണ്ട് ചെയ്യണ എല്ലാ കാര്യങ്ങളും ചെയ്താലോ? ചെയ്യുന്ന എടാ അത് കുറച്ച് ക്രൗഡഡ് ആയി പോകുന്ന പോലെ തോന്നല്. അമല, നിനക്കെന്ത് തോന്നുന്നു? ക്രൗഡഡ് ആയി പോവോ? അപ്പോൾ ക്രൗഡഡ്, എനിക്ക് തോന്നുന്നു ക്രൗഡഡ് ആകും എന്നൊരു തോന്നലുണ്ട്. ഇത് 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 നൈസാണ്. ആർട്ട് ഡയറക്ഷൻ, ബ്രാൻഡിങ്, ഡിസൈൻ, വെബ്, ഡിഫറെൻറ്റ് കാറ്റഗറി ഉള്ളത്. അതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നുണ്ടല്ലേ, ചെയ്ത വർക്ക്സ് അവിടെ കാണുന്നു. അത് മാത്രം കാണിക്കുന്നുണ്ട്. ഇപ്പം ഇത് ഓൾ വർക്കാണ്, ബൈ ഡിഫോൾട്ടായിട്ട് ഓൾ വർക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ ഡാമല്ലേ. അപ്പം ക്രൗഡഡ് സെപ്പറേറ്റ് ആയിട്ട് പേജ് ചെയ്യുന്നതിന് സീനില്ല, ചെയ്യുവാണെങ്കിൽ സീനില്ല. ഓക്കെ, അപ്പോൾ അമൽ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് പേജ് ചെയ്താലും കുഴപ്പമില്ലെന്ന് അമൽ പറയുന്നത്. അല്ല, ഇയാളെ ഈ സംഗതി ഇഷ്ടപ്പെട്ട്. ആ ഈ ഈ ഈ ഈ മോഡൽ അല്ലേ, ഗാലറി വ്യൂ. നല്ല ആനിമേഷനും ഉണ്ട്, വൃത്തിയുള്ള. അതെ, അപ്പം ഇത് നമുക്ക് നോട്ട് ചെയ്യാം, ഈ ഒരു ആനിമേഷൻ. ഇത് വ്യൂവില് അമല നിന്റെ പോർട്ട്ഫോളിയോയുടെ ലിങ്ക് അയച്ചത് അതിലെ ഡോക്കിലുണ്ട്. ഏതാടാ? വ്യൂവിന്റെ ഡോക്കിൽ തന്നെ ഈ ഒരു എഫക്റ്റ് ഒക്കെ കാണാം. മറ്റേ ക്വേസാറിൻ്റെയോ? ആ, ക്വസ്റ്റാർ വ്യൂവില്. ആ ഹാ 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 ഹാ. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് സൈറ്റ് ഉണ്ടാക്കിയില്ലായിരുന്നു അന്ന്. അതെ അതെ അതെ. ക്വേസാറിനകത്ത് ഈ ഒരു ആനിമേഷൻ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷേ ക്വേസാർ അല്ലല്ലോ നമുക്ക് ചെയ്യേണ്ടത്. ക്വേസാർ വെച്ച് നീ ഇതില് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗാറ്റ്സ്ബിയിലല്ലേ? ഗാറ്റ്സ്ബി. മാക്സിമം അമൽ പറയുന്ന മാക്സിമം ക്ലിക്കും ലോഡിങ്ങും കുറച്ച് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അതേടാ, മാക്സിമം ലോഡിങ് ടൈം ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗാറ്റ്സ്ബിയിലോട്ട് തന്നെ ചെയ്യുന്നത്, ഗാറ്റ്സ്ബി വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗാറ്റ്സ്ബി വെച്ച് ചെയ്യുമ്പം സ്റ്റാറ്റിക് സൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ലോഡിംഗ് ആണ്. അപ്പം അതാണ് ഗാറ്റ്സ്ബി വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് വർക്ക് കാണിക്കാനും അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, ഈ ഒരു മോഡൽ. ഞാനൊരു സാധനം കൂടി നോക്കിയിട്ട് പറയാം. നീ എന്തെങ്കിലും നോക്കുന്നെങ്കിൽ നോക്കിയിട്ട് അത് സ്കൈപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാനത് ഇവിടെ ഇടാം. ഓക്കെ. ബ്ലോഗിൻ്റെ ഈ ഒരു വ്യൂ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ചെയ്തതിനകത്ത് ഇതേപോലത്തെ അല്ലായിരുന്നു.
ബൈ, ഡേറ്റ്, ടൈറ്റിൽ, റീഡ് മോർ. ആ കാർഡ് ഇതേപോലെ തന്നെ ഉണ്ട്. അല്ലേ? ഇത് എനിക്ക് ഇത് മറ്റേ ഈ ഒരു സ്റ്റൈലാണ് എനിക്കും ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ലാൻഡിങ് പേജിൽ ലേറ്റസ്റ്റ് ബ്ലോഗ്, അതിൽ ടോപ്പ് 3 ലേറ്റസ്റ്റ് ബ്ലോഗ്, അതാണ് ഞാൻ ഇവിടെയും കാണിച്ചേക്കുന്നത്. പക്ഷെ അപ്പം അത് നമുക്ക് ഇവിടെ ഒന്നുകൂടെ അത് തന്നെ പുതിയ സൈറ്റ് ചെയ്യുമ്പോഴും അത് കീപ്പ് ചെയ്യാം. അപ്പോൾ റീഡ് മോർ കൊടുക്കുമ്പോൾ ബ്ലോഗിൽ കറക്റ്റ് അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഡിസൈൻ നോക്കാം. ഇങ്ങനെ ബോറായി. വേറെ ഇപ്പം ആരാ? ഇതൊക്കെ ഓവറാണ്. അതേടാ അമലെ, ബ്ലോഗിൻ്റെ ആ ഒരു ഡിസൈനാണ് സ്റ്റാൻഡേർഡ്. എന്ന് പറയുമ്പം ഒരു ഹോം പേജിൽ 3 കാണിക്കുന്നു. എൻവാറ്റോ മാർക്കറ്റ്. എനിക്കിവിടെ ലോഡാവത്താണോ? ആവുന്നു. ഇതാണെന്നോ? ശ്രീ ആണെന്നോ? കാണുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മെയിൻ തീം ഫോട്ടോ, സെൻറ്റർ ബേസ്ഡ്. വെബ് ഡെവലപ്പർ ആൻഡ് UX ഡിസൈനർ. അതെ, അയാളിപ്പോൾ ഇതിൻ്റെ ആളാണ്. വെബ് ഡെവലപ്മെൻറ്റ് അത് തന്നെ. അല്ല, UXൻ്റെ ആള്. UXൻ്റെ. സ്ക്രോൾ ഡൗൺ കണ്ടോ? അത് നൈസാണ്. അബൌട്ട് അസ്, സിയ വർക്സ് എന്ത് ക്രിയേറ്റീവ് സർവീസസ് ഇന്റർഫേസ്. എനിക്കിവിടെ എൻ്റെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്. ആരുടെ? എൻ്റെ സ്ക്രീനോ? വീഡിയോ കോളിനാണോ? അതെ, നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ മിസ്സാവുന്നുണ്ട് ഇടയ്ക്ക്. വീഡിയോ കോളിൻ്റെ കുഴപ്പമില്ല. വീഡിയോ കോളിൻ്റെ അല്ല, നീ സ്കൈപ്പിൽ ഷെയർ ചെയ്ത സ്ക്രീൻ ഇപ്പോൾ ഓക്കെ ആയിട്ട്. ഓക്കെ. കയറി വന്ന് ഉടനെ ഫസ്റ്റ് തന്നെ അബൌട്ട് അസ്. ഞാൻ ചോദിക്കട്ടെ, അബൌട്ട് അസ് ഇത് ഒരാളുടെ കുറിച്ചല്ലേ? വേറെന്താ അബൌട്ട് അസ് എന്നിടുന്നത്? ഇത് എനിക്ക് തോന്നുന്നു കമ്പനി ആയിരിക്കും. അല്ലല്ലോ. ഐ ആം എ ഗ്രാഫിക് ഡിസൈനർ ആൻഡ് ഐ മേക്ക് തിങ്സ് വർക്ക് വിത്തൗട്ട് ക്രോസ് മീഡിയ വാല്യൂ. ക്വിക്ക്ലി മാക്സിമൈസ് ടൈംലി ഡെലിവറബിൾസ്. പക്ഷെ മോളിൽ അവിടെ കണ്ടോ എൻവാറ്റോ മാർക്കറ്റിന് എഴുതി വെച്ചിട്ട്? അതിതാടാ, അത് സൈറ്റ് മേടിക്കുന്നതാ. ഈ തീം മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവര് ഇത് സൈറ്റുകൾ അവരെ സൈറ്റിൽ ഉണ്ടാക്കി വെച്ചാൽ അത് സെയിലിനും വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക വരെ? ഈ ഫ്രണ്ട് എൻഡിന്റെ UI ആണോ കിട്ടുക? അതെടാ, UI മൊത്തം കിട്ടും നമുക്ക്. UI അവർക്ക് ഇതായിട്ട് കിട്ടും. അബൌട്ട് മീ എന്നാണ്. അതെ, അബൌട്ട് മീ എന്നാണ് വേണ്ടുന്നത്. പക്ഷെ അബൌട്ട് അസ് എന്ന് അവൻ ഇട്ടേക്കുന്നത്. അത് സ്ഥിരമായിട്ട് അങ്ങനെ കേട്ടുകൊണ്ട് ആ ഫ്ലോയിലിട്ട് പോയതായിരിക്കും. അതെ. ആടാമല്ലേ, ഇത് വിക്കി ഇട്ടേക്കുന്ന സൈറ്റാണ്, തീമാണ്. തീം മേടിച്ച് ഇടാൻ വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്നതാണ്. അമലിന് പോർട്ട്ഫോളിയോ ഉണ്ടോ?
അമലിന് പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു, അവൻ അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അതെന്ത് പറ്റി അമലെ? എന്ത് പറ്റി അമലെ? എന്തിനാടാ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്? ഹോസ്റ്റ് ചെയ്യെടുത്ത് ഈ ഒരു അബൌട്ട് മീ കഴിഞ്ഞിട്ട് സർവീസസ്. ഈ സൈറ്റിനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇത് ഡാർക്ക് തീം ആണ്, പക്ഷെ നമ്മൾ അങ്ങനെ അറിയുന്നില്ല, ഫോട്ടോസ് ഒക്കെ വെച്ചോണ്ട്. അതെ, ഫോട്ടോസ് അത് ഡാർക്ക് തീം ഫോട്ടോസ് ആയി വെച്ചിട്ടാണ് അവർ ഡാർക്ക് തീം ആക്കി വെച്ചത്. അത് നമുക്ക് നോക്കാമല്ലോ, അത് ഫുൾ ഫോട്ടോ ആണോ അതോ അവർ അതിന്റെ മുകളിൽ ഓവർലേ വെച്ച് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ലടാ, ഫോട്ടോ ഇത്രേ ഉള്ളൂ. ഒന്നും ചെയ്തില്ലേ? ഇത് മാത്രമേ ഉള്ളൂ ഫോട്ടോ, ഇതൊന്ന്. എന്നാ അതിന് ആപ്റ്റായിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടാണ് അവര് ചെയ്തത്. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. എന്തോടാ? അതിന്റെ സ്റ്റൈൽസിൽ നോക്കിക്കേ, എന്ത് അവരതിനെ ഡാർക്ക് ആക്കുന്നുണ്ടോ എടുത്ത ഇമേജിനെ? ഇല്ലടാ, എടുത്ത ഇമേജ് ഇങ്ങനല്ലേ ഇവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ച് എഡിറ്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്. അപ്പോൾ അത് അവർ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫെയ്ഡ് ചെയ്ത് ബ്ലാക്ക് ആക്കി വെച്ചേക്കാണ്, ആ കളറിന് മാച്ച് ചെയ്യാൻ. ഇത് ഫുൾ ബ്ലാക്ക് അല്ലേ, ഇത് മാത്രമേ ഉള്ളൂ ഇമേജ്. അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ബ്ലാക്ക് ആയിട്ട് ഇത് ബ്ലാക്കും മാച്ച് ആയി അവിടെ ഇരുന്നത്. അമലെ അതൊക്കെ എടുത്തു കളയാനൊക്കെ ഉള്ളത് എടുത്തു കളാ, എന്നിട്ട് ഹോസ്റ്റ് ചെയ്, അന്ന് സീനില്ല. അപ്പോൾ ഡാർക്ക് തീം, അതെ ഡാർക്ക് തീം ഇമേജ് വെച്ചിട്ട് ഞാനും അത് മറ്റേ ഡാർക്ക് ഇമേജസ് വെച്ചിട്ട് അവര് ഇംപ്ലിമെന്റ് ചെയ്തു. അതെ, നേരത്തെ നമ്മൾ നേരത്തെ കണ്ട സൈറ്റില് ഡാർക്ക് ഇത് മാത്രമേ ഉള്ളൂ, പ്ലെയിൻ ആണ്. അതെ ബോഡി. ഇവിടെ ഇമേജ് അതിൻ്റെ മണ്ടേ ബ്ലാക്ക് ഓവറിൽ മറ്റേ ഇങ്ങനത്തെ പോർട്ട്ഫോളിയോ. ഇത് വേണ്ട, ഇത് ഓവറാണ്, ടു മച്ച് കളർ. എന്താണ് അയാളുടെ വർക്കാണ്, വർക്ക് മാത്രം. ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അതിൽ ആഡ് കണ്ട പോലെ ആയിപ്പോയി. ക്ലിക്ക് ചെയ്ത ഫോട്ടോ എടുത്തെടുത്ത് കാണിക്കും. അത് അയാൾ പറഞ്ഞ കാര്യം, അയാളെ വർക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡാർക്കിനടുക്ക് ഇമേജ് അയാൾ വെച്ച്. അതെ, നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണം. ഇപ്പൊ നിന്റെ ആ ഇമേജ് ഉണ്ടല്ലോ ഇപ്പൊ ഉള്ള സൈറ്റില്, അത് ഫേഡ് ആയിട്ട് താഴെ ബ്ലാക്ക് ആവുന്ന പോലെ തന്നെ അല്ലേ ഇപ്പോഴും? സൈഡില് ബ്ലാക്ക്, താഴെ അല്ല സൈഡില്. ഏത് നിന്റെ സൈറ്റ് എടുത്തേ, ഫ്രണ്ട് പേജ് കാണുന്നോ? ഇത് മൊത്തം ഇമേജ് ആയിരുന്നോ? ഇത് ഫുൾ ഇമേജാ. അന്ന് കുത്തി എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫുള്ള് വെട്ടി ശരിയാക്കിയല്ലേ. ഫുൾ ഇമേജ് ആയിരുന്നോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ ഇമേജിനെ ഇവര് SVG ഫോർമാറ്റിലാക്കിയിട്ട് ഒരു പരിപാടി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കണ്ടോ? ഫുൾ ഇമേജ് ആണ്, കണ്ടോ? ഇപ്പൊ നിന്റെ ആ ബോഡി മാത്രം വെച്ചിട്ടേ മറ്റേ എഫക്റ്റ് ഉണ്ടല്ലോ, ഹോവർ എഫക്റ്റ്. ഹോവർ തന്നെ ആയിരുന്നു എന്റെ പേര്. ഏത്? അന്ന് ഞാനൊരു സൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എഫക്റ്റിന് പേരെന്തായിരുന്നു? സ്ക്രോൾ ചെയ്യുമ്പോ പാരലാക്സ്. പാരലാക്സ്. നിന്റെ ആ ബോഡി എഡിറ്റ് ചെയ്തിട്ട് പാരലാക്സ് ഒക്കെ ചെയ്ത് നോക്കാം. ഈ മറ്റേ ഗാറ്റ്സ്ബിയിൽ ചെയ്യുമ്പോൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. നമുക്ക് മറ്റേ തന്നെ ഫുള്ള് സ്ക്രാച്ച് തൊട്ട് ചെയ്യേണ്ടി വരും. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് മെയിൻ വിഷയം. ഇതില് അതല്ല, യൂസ് ചെയ്യാൻ നമ്മള് ലോജിക്കലായിട്ടുള്ള കാര്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ ഡിസൈൻ ഫുള്ള് മാറ്റാണല്ലോ ഇതിന്റെ.
അപ്പം ഡിസൈൻ മാറ്റുമ്പോൾ ഡിസൈൻ മാറ്റണം, അതിനാണല്ലോ ഇപ്പൊ ഇത് ചെയ്യുന്നത് നമ്മൾ UI നോക്കുന്നത്. അതെ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും കൂടി നോക്കിക്കാൻ നല്ലതാ, ഇമേജസ് വെച്ചിട്ട് തന്നെ വർക്ക് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് പോർട്ട്ഫോളിയോ വർക്ക് കാണിക്കുന്നത് മെയിൻ പേജ് കാണിക്കണോ ഇതേപോലെ? അതിന് സെപ്പറേറ്റ് ഒരു പേജ് ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായില്ല? വർക്ക് കാണിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേജ് ഇവിടെ വരുമല്ലോ. ആ, അതിലേക്ക് ലിങ്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ വേണോ, ലാൻഡിങ് പേജിൽ വേണോ? അത് നമുക്ക് ഇവിടെ കണ്ടപ്പോൾ തന്നെ ഒരു പിടിച്ചില്ല. നമുക്ക് വേറെ പേജ് തന്നെ ആക്കുന്നതായിരിക്കും രസം. അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡാർക്കിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കളർ വന്നപ്പോളേ. അതെ. മാപ്പൊന്നും വേണ്ട നമുക്ക്. ഇമെയിൽ ലിസ്റ്റ് നമുക്ക് ചിലപ്പം ചെയ്യേണ്ടി വരും. കോണ്ടാക്ട് ഫോം അല്ല, ഒരു ഇമെയിൽ ലിസ്റ്റ് കളക്ട് ചെയ്യാൻ. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോ ഇയാളുടെ വേറെ പേജസിലേക്ക് പോയിട്ടില്ലേ? 8 പേജ് തന്നെയാണോ ഇത്? ഏതാടാ? ഒറ്റ പേജ്, സിംഗിൾ പേജ്. സർവീസസ് എന്ന് പറയുമ്പോൾ സർവീസസ് വരും, വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് വരും, കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഏറ്റവും താഴെ പോകും. സിംഗിൾ പേജാണ്. ഗാറ്റ്സ്ബി നീ യൂസ് ചെയ്ത് നോക്കിയോ? ഇല്ലില്ല. ഗാറ്റ്സ്ബി ഞാൻ യൂസ് ചെയ്തില്ല. അതിനി പഠിക്കണം. സംഭവം ഗാറ്റ്സ്ബിന്റെ ഡോക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ UI ഒക്കെ നോക്കിയാലോ? ഗാറ്റ്സ്ബിയിൽ കുറേ ടെംപ്ലേറ്റ് കിട്ടുന്നുണ്ടാ. ടെംപ്ലേറ്റ് എനിക്ക് കുറേ എണ്ണം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞായിരുന്നു അത്. ഇല്ല. ഗാറ്റ്സ്ബി ടെംപ്ലേറ്റ് നോക്കാം. ഗാറ്റ്സ്ബി സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ്. ബ്ലോഗ് നോക്കിയാൽ പോരെ? ബ്ലോഗ്, പോർട്ട്ഫോളിയോ. ലണ്ടൻ ആയിരുന്നു ഒരെണ്ണം ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് കുറച്ച് വിഷയമാണ് സാധനം. എന്താണ്? കാണിക്കാം. ഡാർക്ക് അല്ല അല്ലേ? ഡാർക്ക് ആക്കാൻ സീനില്ല. ഫുൾ ഫോട്ടോ ബേസ്ഡ് ആണ്. ബ്ലോഗാണിത്, പക്ഷെ ഫുൾ ഫോട്ടോ ബേസ്ഡ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ പോസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഒറ്റ പേജ് മാത്രമേ ഉള്ളൂ. ഇത് നാവൊന്നും ഇല്ലല്ലോ? ഇതൊന്നും നാവില്ല. പക്ഷേ നാവുണ്ട്. അതാണ്ട് ഹോം, എലമെന്റ്സ്, അബൌട്ട്. ഇത് മിനിമലാണ്. ഇവിടെ ലോഗോ വരും, ഇവിടെ കോണ്ടാക്റ്റ്, ഇവിടെ നാവ് ബാർ. ഇത് ലാൻഡിങ് പേജ്. ഇതിനകത്ത് എവിടെയെങ്കിലും ഇതിപ്പോൾ അബൌട്ട് പേജാണ്. അബൌട്ട് പേജിനകത്ത് കാര്യങ്ങൾ നാവ് ബാർ അനുസരിച്ച് മാറും, പേജ് അതനുസരിച്ച് മാറും. ഇതിൻ്റെ ഡാർക്ക് ഒരെണ്ണമുണ്ട്. അതാണ്ടേ ആഫ്റ്റർ മിഡ് നൈറ്റ്. ഇത് നൈസ് അല്ലേ ഈ ഡിസൈൻ?
ഏറ്റവും മിനിമലാണ്. പക്ഷെ ലോഡ് ആവുന്നുള്ളൂ. അല്ലടാ, ഡാർക്കല്ല, മറ്റേത്. ആ ആ ആ ആ. ഒരു ഡാർക്ക് മോഡ് എടുത്തേ. ആ, ഡാർക്ക് എടുക്കാം. ഇതാ ഡാർക്ക്, ലണ്ടൻ്റെ സെയിം അതേപോലെ തന്നെ അല്ലേ? സെയിം സാധനം, ഡാർക്ക്. ഇതുണ്ടോ ബ്ലോഗ്? സ്ക്രോള് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ബ്ലോഗാണ്. ആ ഹാ ഹാ. പൂർണ്ണ ബ്ലോഗിന്റെ കൂടെ ഇമേജ് ഇടാണ് അതവിടെ കാണിക്കല്ലേ? അതെ അതെ അതെ. അതാണ് ഈ ഒരു സൈറ്റിന്റെ പ്രത്യേകത. അതുപോലെ ടാഗ് ഉണ്ടോ? ടാഗ് വെച്ചിട്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാഗ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടാഗിന്റെ ബ്ലോഗ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓഹോ ഹോ ഹോ. ഇത് ഫുൾ ടെംപ്ലേറ്റ് ചെയ്ത് തന്നേക്കാണ്. കോഡ് ഞാൻ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെടാ, അവരുടെ സിമ്പിൾ ഡിസൈനാണ്, ഏറ്റവും സിമ്പിളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഈ ഇമേജ് ബേസ്ഡ് ഇച്ചിരി ഒരു കൂടിപ്പോയെന്നൊരു സംശയം. എന്ന് പറയുമ്പം നമ്മൾ ഒരു കൺസിസ്റ്റന്റ് തീം കീപ്പ് ചെയ്യുന്നില്ലല്ലോ ഇമേജസിനൊന്നും. അത് മാത്രമേ ഉള്ളൂ ഒരു നമുക്ക് ഇമേജസിന് പകരം വേറെ അവിടെ ബ്ലോഗ്സ് വെക്കാം അല്ലെങ്കിൽ. അതെ, പക്ഷെ അന്നേരത്തന്നെ ഈ വൈബ് അങ്ങ് പോകും. അല്ലെങ്കിൽ ഈ നാവ് ബാർ വേണമെങ്കിൽ നോക്കിയെടുക്കാം അല്ലേ? ആ ടാഗിന്റെ പരിപാടി രസമുണ്ട്. ആ, ടാഗിന്റെ പരിപാടി രസമുണ്ട്. ടാഗും കൊള്ളാം, നാവ് ബാറിന്റെ പരിപാടിയും കൊള്ളാം. ഇവിടെ സോഷ്യല്, ഇവിടെ സെൻട്രലൈസ്ഡ് സാധനം, ഇത് നാവ് ബാർ. മൊബൈലിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഒരു സെക്കൻഡ്. അറുപത് ശതമാനം ആൾക്കാർ മൊബൈലിൽ നിന്നാണല്ലോ കയറുന്നത്. ആ, ഇങ്ങനെ ഇരിക്കും. ലെഫ്റ്റ് സൈഡിലുള്ളത് വലുതായിട്ടും റൈറ്റ് സൈഡിലുള്ളത് ചെറുതായിട്ടും ഇരിക്കും നാവ് ബാർ. ഇതൊരു ബഗ്ഗാണ്. ഹാംബർഗർ അകത്തിരി ഇരിക്കുന്നു അതിന്റെ അകത്തില്ലേ? ആ. ഹലോ അത്രയും മൊബൈൽ ഫ്രണ്ട്ലി അല്ല. ജെറിൻ, ഹോല അമിഗോസ്, വാട്ട് ഈസ് അപ്പ് ബ്രോ? ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ജെറുമെന്നോ? ജെറിൻ ഷാജി, വെൽക്കം വെൽക്കം വെൽക്കം. ആടാമല്ലേ റെസ്പോൺസീവ് വേണം. റെസ്പോൺസീവ് ഇല്ലാതെ സൈറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതാണ്. വേറെ നോക്ക്. വേറെ ആ മൊബൈൽ വ്യൂ അവിടെ ബർഗർ കയറി പോയപ്പോ മൂടങ്ങ് പോയി. വേറെ ബക്കാർഡിയ അതെടുക്കട്ടോ. നോക്ക്. ബക്കാർഡിയ ലോഡി. ബോൺസിയർ അതെന്തുവാടാ? മനസ്സിലായില്ല ചേട്ടനെ. നമുക്ക് ഉള്ള മലയാളം ഭാഷ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് നിന്റെ ഇതേത് ഭാഷയാണ് അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? അത് അതിന്റെ കളർ മാറിയുണ്ടോ? കണ്ടില്ല എന്തോ ജിഫ് എന്താണോ ആ ലാപ്പിന്റെ ലോഡാകുമ്പോ കളർ മാറിയ പോലെ ഒരു മഞ്ഞ വന്നിട്ട് ഇതായില്ലേ? ആ എന്താണെന്ന് നോക്കാം. ഇനി അത് നെറ്റിന്റെ ഇഷ്യൂ ആണോ? അല്ല, ഒന്ന് റീഫ്രഷ് ചെയ്യും അപ്പൊ അറിയാലോ. റിഫ്രഷ് ചെയ്യാം. ജെറിന്, നീ ഇപ്പം ഒരു ഡിസൈനിങ്ങിന്റെ ഇടയ്ക്കാണ് നീ ഇപ്പം വന്ന് കയറിയേക്കുന്നത്. അത് എഫക്റ്റ് ഇട്ട് തന്നെയാണ് അവര്. എഫക്റ്റ് ഇട്ടായിരിക്കൂലടാ, ബഗ്ഗായിരിക്കും മിക്കവാറും അത്. അല്ലെങ്കിൽ ഇമേജിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് ചെയ്തൊരു ഗ്ലിച്ച്. അതെ, എന്താ 1500 പിക്സലിന്റെ ഇമേജ്. നമ്മൾക്ക് ചെറിയ പിക്സൽ വല്ല ഇമേജ് ഇട്ടൂടെ?
JPEG ഫയലാടാ, PNG ഒന്നും അല്ല. ആ, നമുക്ക് ബാക്കി പോവാം, താഴോട്ട് പോവാം. ജെറിൻ കമന്റ് ചെയ്തേക്കുന്നത്, വെൻ ഐ ഹിയർ എ ബഗ് ഇറ്റ്സ് എ ഡ്യൂട്ടി കോൾ. അയ്യോ, പ്രോഡക്ട്സ് ബ്ലോഗ്സ്. പക്ഷെ ഇത് ഈ അണ്ടർലൈൻ ഒക്കെ ഇതാണ്, ആവശ്യമില്ലാത്തതാണ്. അണ്ടർലൈൻ അവിടെ വരുമ്പോഴേ വരുമ്പം വന്ന അത് മതിയായിരുന്നു അല്ലേ? ക്ലിക്ക് ചെയ്യുമ്പോൾ അതെ. അത് അയാളുടെ ഇഷ്ടം, ചെയ്ത അയാളുടെ. അതെ തന്നെ, പക്ഷെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. മാക്ബുക്ക് എയർ £999, ആപ്പിൾ ഐഫോൺ. ഒന്ന് പോയെ, ഐഫോൺ 629 യൂറോ പൗണ്ട്. ഇത് നിങ്ങൾക്ക് അണ്ടർലൈൻ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒറ്റ കളറാണ്, ഡാർക്കും ഒരു കളറും. ഡാർക്ക് ബ്ലാക്ക് വൈറ്റ് പിന്നെ ഒരു ആക്സെന്റഡ് കളർ. ആ ഒരു തീമാണ് ഇവർ കീപ്പ് ചെയ്തേക്കുന്നത്. ആ ഒരു മോഡൽ വെക്കാം നമുക്ക്. ഒരു കളറ് മെയിൻ എന്ന് വെച്ചാൽ എല്ലാ ആക്സെന്റിനും. ഇപ്പം ചോമ്പാണെങ്കിൽ ഫുൾ എന്ന് വെച്ചാൽ എന്താ, ഒരു ആക്സെന്റ് ആയിട്ട് ചോമ്പ് കളറ്. എന്നിട്ട് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇപ്പം ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതാണ്ട് ഇതേപോലത്തെ വര. ബ്ലോഗ്സിൽ ക്ലിക്ക് ചെയ്ത് ബ്ലോഗോ ആനിമേഷൻ കണ്ടോ നീ? ഇവിടെ സ്ക്രീനിൽ ലോഡ് ആവുന്നോണ്ടേ ആനിമേഷൻ എന്നാണോ മനസ്സിലാവണില്ല. ആനിമേഷൻ ആയിരുന്നു. ഒരു ആപ്പിളിന്റെ ആളാണല്ലോ. Guys, when will the movie start after the ad? മൂവി ഒന്നുമില്ലടാ, ഇത് തന്നെയാണ് മൂവി. ജെർണേ, ദിസ് ഈസ് ദ മൂവി. നമ്മളെ മൂവിയുടെ കഥ തുടങ്ങി വെച്ചേക്കുവാണ്. ഇനി അങ്ങോട്ട് കഥ പുരോഗമിക്കും, അങ്ങോട്ട് പോകുന്ന തോറും. ജെർണേ, നമ്മള് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കേണ്ട കാര്യം ലൈവില് വന്ന്. അതെ, വേറൊന്നുമില്ല ഇവിടെ. ബ്ലോഗ് ഇത് എനിക്കിഷ്ടമല്ല. ഏതാന്ന് വെച്ചാൽ ഇമേജിന്റെ ആസ്പെക്ട് റേഷ്യോ ഉണ്ടോ, 3:3. മാറി അത് മോശമാണ്. അതിന്റെ താഴോട്ടേക്ക് എടുത്ത് എന്തോ ഒരു ബാക്കി വെച്ച പോലെ അല്ലേ? ഇതെന്തോ അല്ലെങ്കിൽ താഴെ ഇനിയും അതേപോലെ കുറെ ഇമേജസ് ഒക്കെ വരണം, ഈ പിൻട്രസ്റ്റിനകത്ത് കാണുന്ന പോലെ. അതെ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ബ്ലോഗ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വരും. ഇത് കണ്ടോ, 1 പേജിനേഷനാടാ. ബ്ലോഗിന് പേജിനേഷൻ ചെയ്തേക്കുന്നത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. കവി ഉദ്ദേശിച്ചത് പേജിനേഷനാണ്. ബ്ലോഗൊന്നും എടുക്കാം. ടിം കുക്ക് ഹൈപ്പർ ലിങ്ക് അതേപോലെ ഇട്ടേക്കുന്നു. നമ്മളെ മൊബൈൽ വ്യൂ നോക്കിയില്ലടാ, ഒരു സെക്കൻഡ് നോക്കാം. മൊബൈൽ വ്യൂ കൊള്ളാം,
പക്ഷെ ഇതുണ്ടോ ഹൈപ്പർ ലിങ്ക് ഉണ്ടോടാ, ചേഞ്ച് ചെയ്തില്ല അവര്. അതുപോലെ ഇമേജിന് സിമ്പിൾ ഉണ്ടോ, ആക്കി വെച്ചതാ. ഇമേജിന്റെ ബോർഡർ ഉണ്ടോ, താഴെ മാത്രം ആ സെയിം ആക്സെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഉം. ആ വര. അയാൾക്ക് ആ യെല്ലോ ലൈന് നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം, അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. അതെ, എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു ലുക്കും ഉണ്ട് ആ യെല്ലോ ഉള്ളതുകൊണ്ട്. കാരണം യെല്ലോ വേറെ എവിടെ അയാൾ കൊണ്ടുവച്ചിട്ടില്ല. അതെ, പ്രൊഡക്ട്സ് ഇതിലങ്ങനെ ബഗ് പോലൊന്നും കാണാനുമില്ല. അതെ അതെ. അപ്പോൾ നമ്മളിപ്പം ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന് മറ്റേ ഗാലറി പോലെ പോർട്ട്ഫോളിയോ ഷോ ചെയ്യണം. പിന്നെന്തുവായിരുന്നു, നമ്മൾ വേറൊരെണ്ണം നല്ലൊരെണ്ണം കണ്ടായിരുന്നല്ലോ, തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. അതെ ഇങ്ങനത്തല്ലേ, അതെ, ഇമേജസിനെ ഡാർക്ക് ആക്കിയത്, ഡാർക്ക് ഇമേജസ് യൂസ് ചെയ്തത്. ഇമേജസ്. പിന്നെ ഇതിനകത്ത് ഈ ആക്സെന്റ് കളറ്, ഒരു സിഗ്നേച്ചർ പോലത്തെ ഒരു സ്റ്റൈലാണ് അയാളുടെ, യെല്ലോ അണ്ടർലൈൻ. നമ്മൾ അതേപോലെ എന്തെങ്കിലും ഒരു സ്റ്റൈൽ അതിൽ കൊണ്ടുവരണം. അതുമല്ല ഈ ഫോണ്ടാണ് കേട്ടോ. ഓക്കേടാ ജെറിൻ, എന്തായിട്ട് ജെറിൻ പോവാണ്. ഈ അതന്നെ സിഗ്നേച്ചറായിട്ട് അത് തന്നെ യെല്ലോ ലൈന് അവർ കോൺസ്റ്റൻ്റ് വെച്ചിട്ടുണ്ട്. അവനെ നീയും പോകണോ? നീ എവിടെ നിൽക്കി, നീ എവിടെ പോകണം? അവന് പണിയുണ്ട്, ചെറിന് പോയിട്ട് പണിയുണ്ട്. നീ എവിടെ നിൽക്കി, കണ്ടിട്ട് പോയാൽ മതി. പിന്നെ ഇതിനകത്തെ നാവ് ബാർ, ഹാഷ്ടാഗ് നാവ് ബാറും ടാഗ്സും, ടാഗ്സ് ഫോർ ബ്ലോഗ്സ്. എടാ ഫോണ്ട് എന്ന് ഉദ്ദേശിച്ച നോർമൽ ഫോണ്ട് ഇത് നോർമൽ ഫോണ്ടാടാ. ഈ ബ്ലോഗിൻ്റെ ഫോണ്ട് നോർമൽ ഫോണ്ടാണ്. പക്ഷേ ഈ മെനുവിൻ്റെ ഫോണ്ട് ഉണ്ടോ, മെനുവിൻ്റെ അത് വേറൊരു ഫോണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിനക്കെന്ത് പരിപാടി ഇപ്പം? എന്ത് ബഗ് സോൾവ് ചെയ്യുക? ആരോടാണ്? അവനോട് ചോദിച്ചാണ്, അമലിനോട് ചോദിച്ചാ. ചാറ്റ് ഇട്ടിരുന്നാൽ മതി, ഞാൻ വായിക്കുന്നുണ്ട് ചാറ്റ്. ലണ്ടൻ തീം പിന്നെന്താ പറയുന്നതിനകത്തുള്ള ബ്ലോക്ക് കാർഡ്സ്, അതെ ബ്ലോക്ക് കാർഡ്സ്. ഈ മറ്റേ ഫസ്റ്റ് അങ്ങേരുടെ ബ്ലോക്ക് കാർഡ് വേണമായിരുന്നു, ശരിയാ. ഫസ്റ്റ് അങ്ങേരുടെ ബ്ലോക്ക് കാർഡ് അത് തന്നെയല്ലേ?
ഞാനിപ്പോ ഇന്നൊരു സാധനം സ്റ്റാർട്ട് ചെയ്ത് ഏതാടാ? പഠിക്കാന്. ഏതാ? ഫ്രീ കോഡ് ക്യാമ്പില് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്. ഉം, ഉം. എന്ത് പഠിക്കാനാണ്? അതില് ഇതുപോലെ ഒരു ഓർഗനൈസേഷൻ അത്. നീ കേറിയിട്ടുണ്ടോ? കേറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് നമ്മൾ കേറി. കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് അതെ, ഓരോ സാധനം എടുത്തു നോക്കാൻ വേണ്ടിട്ട്. അതെ. അവരുടെ സൈറ്റിന്റെ ക്ലാസ് എടുക്കുന്ന പേജസ് ഒക്കെ കാണും. സിമ്പിൾ, വേറെ ഒരു അലങ്കാരമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള സൈറ്റ്. ഇവരുടെ അല്ലേ ഫ്രീ കോഡ് ക്യാമ്പിന്റെ? അതെ. ആ, അത് സിമ്പിൾ സൈറ്റ് ആണ്. ഇതും പിന്നെ നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ഐഡിയ ഉണ്ടല്ലോ, അതും. ഏത്? ഇതിനകത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഉം, ടെസ്റ്റ് ചെയ്ത് നോക്കൂ, ടെസ്റ്റുകൾ ഉണ്ടാവും. ഉം, ഉം, ഉം. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഒരു പാത്ത് ഉണ്ട്. ഒരു പക്ക വെബ് ഡെവലപ്പർ ആവാനുള്ള എല്ലാ കോഴ്സും അതേപോലെ അവർ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറിയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതെ, അതെ, അതെ. ഓരോ ഓരോന്നിനും 300 hours വെച്ചിട്ടാണ് ഇവർ. 300 hours. 300 IPL അല്ല. 300 hours in days. 12 ദിവസമോ? ഒരു ദിവസം 2 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പം 100 ദിവസം വേണം. പറ്റൂല. അല്ല, 150 ദിവസം. 150 ദിവസം വേണം. 150 ദിവസം എന്ന് പറയുമ്പോൾ 6 മാസം. അത് പക്ഷേ നമ്മൾ അതിൽ ക്ലാസ് പോലെ വീഡിയോ ഒന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഉം. ഒരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളെ നാളെ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ ഗ്രാസ് ഹോപ്പർ പറഞ്ഞ ആപ്പ് കണ്ടില്ലായിരുന്നു? ഏത്? ഗെയിം പോലെ. നീയാണോ എനിക്ക് കാണിച്ചത് ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞ ഒരു ആപ്പ്? ഇല്ലല്ലോ, ഓർമ്മയില്ല. നീ ആരോ ഒരു ഗ്രാസ് ഹോപ്പർ പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടോ, മൊബൈലിലുള്ള ആപ്പ്? അത് വെച്ചിട്ട് ഉം. ഇവരെല്ലാവരും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചെറിയ ഒരു ടാസ്ക് പോലെ. ഉം, ഉം, ഉം. ഇതാണ് അതിന്റെ ക്ലാസ്സസ്. ഇപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾ. അതെ. അതെ. ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു സാധനം. പേയ്മെന്റ് ഒന്നും വേണ്ട. മറ്റേത് ജെറിനാണ് സൈറ്റ് കാണിച്ചത്. ഫ്രീ കോഡ് ക്യാമ്പോ? ഞാൻ അല്ലാതെ ഓരോന്ന് നമ്മള് പഠിച്ചു പോകുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്, പക്ഷെ സൈറ്റില് കേറിയിട്ടില്ല. നമുക്ക് മറ്റേത് ഇപ്പം ഇന്നത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യല്ലേ? അതോ ഇന്നത്തേക്ക് ഇവിടെ ഇത്രയാണ് നമ്മളിപ്പം നോക്കിയിരിക്കുന്നത്. ആക്സെൻറ്റ്, കളേഴ്സ്, നാവ് ബാർ, പോർട്ട്ഫോളിയോ ഗാലറി പോലെ ഡാർക്ക് ഇമേജസ് ഒരു ആക്സെൻറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഉള്ള ഇത് ചെയ്യാം. അമര ഇതേപോലെ രാത്രി എന്നുമില്ല, വല്ലപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഇതേപോലെ രാത്രി വരണോ? കാണുമോ ഇവിടെ? സ്ട്രീമിൽ ഡിസൈൻ ചെയ്യണോ ഇത് ഫുൾ എൻഡ് ടു എൻഡ്? നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പകലേ എനിക്ക് ചിലപ്പോൾ വരാറുണ്ട്. ഡെയിലി ഇല്ല, നമ്മൾ ഒന്നെങ്കിൽ വീക്കെൻഡ് അല്ലെങ്കിൽ പകല്. പക്ഷേ പകല് സ്ട്രീം ചെയ്താൽ നെറ്റ് കാണത്തില്ല രാത്രിത്തേക്ക്. നമ്മുടെ മെയിൻ പണിക്ക് നെറ്റ് കാണില്ല. ഞാനിനി ഈ സൈറ്റ് യൂസ് ചെയ്ത്
ഏ ഫ്രീ ടൈം ഇതിന് കൊടുക്കാൻ പോവാ, ഈ ഒരു സൈറ്റിന് ഫ്രീ കൊടുക്കാൻ. ആണോ? നോക്ക്, ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ട് അടുത്ത ഇത് ഡെക്കറേഷൻ അല്ല, അടുത്ത സ്ട്രീമിന് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു അടുത്ത സ്ട്രീമിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? ഇത് നമ്മൾക്ക് എങ്ങനെ ഇതിൻ്റെ ഞാനൊരു സാധനം വരയ്ക്കാം. ഉം, ഉം. വരച്ചിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം സ്ട്രീമിൽ, ചേഞ്ചസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത സ്ട്രീമിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പം അമലെ, ഞങ്ങളന്ന് നിർത്തുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് അമൽ. നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഇതേപോലെ പരിപാടികളുമായിട്ട്. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.